ഓം നമ ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം നമ ശിവായ ശിവായ നമ. ഓം ശിവാനന്ദലഹരിയിലെ രണ്ടാമത്തെ സ്തോത്രം. ഗളന്തി ശംഭോ ത്വച്ചരിത സരിതഃ കിൽബിഷരജോ ദളന്തി ധീകുല്യാ സരണിഷു പതന്തി വിജയതാം ദിശന്തി സംസാര ഭ്രമണ പരിതാപോപശമനം വസന്തി മച്ഛേതോ ഹൃദഭുവി ശിവാനന്ദലഹരി. അർത്ഥം: ഹേ ശംഭോ. ശം എന്ന് പറഞ്ഞാൽ സുഖം, സുഖസ്വരൂപനായിരിക്കുന്നവനെ. ഹേ മംഗളസ്വരൂപിയായിരിക്കുന്ന ഭഗവാനെ. ത്വച്ചരിത സരിതം, അവിടുത്തെ ഭക്തന്മാരോടുള്ള കൃപയുടെ ചരിതം, ആ ചരിതമാകുന്ന സരിതം. സരിതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നദി. അപ്പോൾ അവിടുത്തെ ഭക്തന്മാരോടുള്ള അവിടുത്തെ കൃപയുടെ ചരിതമാകുന്നതായ നദിയിൽ നിന്നും ഗളന്തി ഉത്ഭവിച്ച്, കിൽബിഷരജോ ദളന്തി എന്നിലെ പാപപ്പൊടികളെയെല്ലാം നശിപ്പിച്ച്, ധീകുല്യാ സരണിഷു പതന്തി. ധീ ബുദ്ധ്യ, കുല്യാസരണി കൈത്തോടുകൾ. അപ്പം ബുദ്ധിയാകുന്ന കൈത്തോടുകളിൽ പതിച്ച് സംസാര ഭ്രമണ പരിതാപ ഉപശമനം ദിശന്തി. സംസാരത്തിൽ ഭ്രമണം ചെയ്യുന്നതുകൊണ്ടുള്ള പരിതാപത്തിന്, ദുഃഖത്തിന് ഉപശമനമുണ്ടാകുവാൻ, പരിഹാരമുണ്ടാകുവാൻ, ദുഃഖമില്ലാതെ കണ്ടാകാൻ ദിശന്തി ഒരു വഴികാട്ടിയായി. മച്ചേതോ ഹൃദഭുവി വസന്തി എൻ്റെ മനസ്സാകുന്ന കയത്തിൽ വസന്തി സദാ വസിച്ച്, ശിവാനന്ദലഹരി വിജയതാം ആ ശിവാനന്ദലഹരി വിജയിക്കട്ടെ. അപ്പോൾ അല്ലയോ ആനന്ദസ്വരൂപനായ മംഗളസ്വരൂപനായ ഭഗവാനെ, അങ്ങയുടെ ചരിതങ്ങളാകുന്ന നദിയിൽ നിന്നും ഉത്ഭവിച്ച് എന്നിലെ പാപധൂളികളെ ഇല്ലാതാക്കി ബുദ്ധിയാകുന്ന കൈത്തോടുകളിൽ വന്നു പതിച്ച് സംസാരഭ്രമണം മൂലമുണ്ടായ പരിതാപത്തിന് ശമനം നൽകാൻ വഴികാട്ടിയായി ആ ശിവാനന്ദലഹരിയുടെ കല്ലോലങ്ങൾ എൻ്റെ മനസ്സാകുന്ന ഹൃദയഭൂവിൽ സദാ വസിച്ചുകൊണ്ട് സ്ഥിരമായി നിന്നുകൊണ്ട് വിജയിക്കട്ടെ. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഇനിയും ഇതിൻ്റെ ആശയം: എല്ലാ പ്രാണികളും കർമ്മം ചെയ്യുന്നത് സുഖമനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ കൂടുതൽ കൂടുതൽ കർമ്മബദ്ധരായി സംസാരകാരണമാകുന്ന പ്രാപഞ്ചിക വിഷയങ്ങളിൽ ഭ്രമണം ചെയ്ത് ദുഃഖിതരായി കഴിയുന്ന അവസ്ഥയിലാണ്. ഈ പ്രാപഞ്ചിക വിഷയങ്ങളാണ് നമുക്ക് സുഖം തരുന്നതേ എന്ന മോഹത്തിൽ നിന്നും, തെറ്റിദ്ധാരണയിൽ നിന്നുമാണ് ജീവൻ ഇങ്ങനെ കിടന്ന് കുഴങ്ങുന്നത്. സുഖം 3 രീതിയിലാണ് എന്ന് ഭഗവത്ഗീതയിലെ 18-ാമത്തെ അധ്യായത്തിലെ 37, 38, 39 ശ്ലോകങ്ങളിൽ കൂടി പറയുന്നു. താമസ സുഖം, രാജസ സുഖം, സാത്വിക സുഖം. ഇതിൽ ഉറക്കം, മടി, ഉന്മാദ വസ്തുക്കൾ കഴിക്കുന്നത് കൊണ്ടുള്ള പ്രമാദം, ഇവയിൽ നിന്നുണ്ടാകുന്നതായ സുഖം മനുഷ്യന് ഏറ്റവും അപകടകാരികളാണ്. അതിനെ താമസ സുഖം എന്നാണ് പറയുക. അടുത്തത് രാജസ സുഖം. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്നതായ സുഖം താൽക്കാലിക സുഖമാണ്, അനുനിമിഷം മാത്രം നിൽക്കുന്നതായ സുഖമാണ്. തുടക്കത്തിൽ അതെല്ലാം അമൃതാത്മകമായിട്ട് തോന്നും, പക്ഷേ അനുഭവം തീരുമ്പോൾ അത് ദുഃഖാത്മകമായിട്ട് ഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് തുടക്കത്തിൽ അമൃതാത്മകമായും അവസാനം വിഷമായിട്ടും പരിണമിക്കുന്നത് എന്തോ ആ ഇന്ദ്രിയ സുഖങ്ങളെ വിളിക്കുന്ന പേരാണ് രാജസ സുഖം.
മൂന്നാമത്തേതോ യത്തത് അഗ്രേ വിഷമിവ പരിണാമേ അമൃതോപമം തൽസുഖം സാത്വികം പ്രോക്തം ആത്മബുദ്ധി പ്രസാദജം. അനുഭവിക്കാൻ ആദ്യമേ സ്വല്പം പ്രയാസമുള്ളതാണ്, അതുകൊണ്ട് വിഷമമുണ്ടാക്കുന്നതാണ്. എന്നാൽ അവസാനമോ അമൃതാത്മകമായിട്ട് ഭവിക്കുന്നതുമാണ് സാത്വികമായ സുഖം. അത് ആത്മബുദ്ധി പ്രസാദജം. ആത്മാവ് ബുദ്ധിയിൽ പ്രസാദിക്കുമ്പോൾ ഉണ്ടാകുന്നതായ സുഖം. ഇത് നമുക്ക് എങ്ങനെ കൈവരിക്കാം? ഒന്ന് ശ്രദ്ധിച്ചേ. ശൃംഗാരാത്മകമായ കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ശൃംഗാരാത്മകമാകും. അതിൻ്റെ പ്രതിഫലനങ്ങൾ ശരീരത്തിലും ഉണ്ടാകും. വിദ്വേഷപരമായ കാര്യങ്ങൾ കേൾക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലും വിദ്വേഷമുണ്ടാകും. അതിൻ്റെ പ്രതിഫലനങ്ങൾ നമ്മുടെ ശരീരത്തിലും ഉണ്ടാകും. ഇതുപോലെ നമ്മുടെ ആത്മസ്വരൂപമാകുന്ന ആനന്ദസ്വരൂപനാകുന്ന ഭഗവാൻ ശിവന്റെ ഭക്തന്മാരോടുള്ള കൃപാപരമായിരിക്കുന്ന ചരിതങ്ങൾ, ആനന്ദസ്വരൂപമാകുന്ന ആത്മാവിൻ്റെ വിലാസങ്ങൾ ഗുരുമുഖത്തിൽ നിന്നും കേട്ട് അത് മനനം ചെയ്ത് അനുസന്ധാനം ചെയ്യുമ്പോൾ ആ ആനന്ദം ബുദ്ധിയിൽ സ്ഫുരിക്കും. ഇതാണ് ആത്മബുദ്ധി പ്രസാദജം ആകുന്ന ആനന്ദം. ആത്മാവ് ബുദ്ധിയിൽ പ്രസാദിക്കുമ്പോൾ ഉണ്ടാകുന്നതായ ആനന്ദം. ഒന്നാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചതായ ആനന്ദസ്ഫുരദനുഭവാഭ്യാം, ആനന്ദസ്ഫൂർത്തിയുടെ അനുഭവം. ഹൃദി പുനർഭവാഭ്യാം, എന്നും കേൾക്കണം. ഭഗവത് ചരിതങ്ങൾ എന്നും കേൾക്കണം. എപ്പോഴും അത് മനനം ചെയ്ത് നിധിധ്യാസനം ചെയ്യണം. അപ്പോഴോ ഹൃദി പുനർഭവാഭ്യാം, വീണ്ടും വീണ്ടും ഈ ആനന്ദസ്ഫുരണം ഇങ്ങനെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ ആനന്ദസ്ഫൂർത്തി നമ്മുടെ ബുദ്ധിയിലെ പാപ മാലിന്യങ്ങളെ നീക്കം ചെയ്യുകയും നിരന്തരമായി ഉണ്ടാകുന്നതായ ഈ ആനന്ദ അനുഭൂതി നമ്മളുടെ മനസ്സിനകത്തൊരു കയം പോലെ, ഒരു ലഹരിയായി, ഒരു ഭക്തിയായി, ഉന്മാദമായി ഇങ്ങനെ വർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് അത് നമുക്ക് ഒരു ദിശന്തിയായി, ഒരു വഴികാട്ടിയായി ഭവിക്കുകയാണ്. എന്തിന്? സംസാര ദുഃഖത്തിൽ ഭ്രമിക്കുന്നത് കൊണ്ടുണ്ടായ ദുഃഖശമനത്തിന് വഴികാട്ടിയായി. എങ്ങനെ? ഇപ്പോൾ നമ്മുടെ മനസ്സ് സുഖം തേടി ബാഹ്യലോകത്തിൽ അലഞ്ഞു കൂടുതൽ കൂടുതൽ കർമ്മനിബദ്ധരാകുന്നു. അപ്പോഴാണ് ആനന്ദസ്വരൂപനാകുന്ന ആത്മാവിൻ്റെ മഹിമകൾ കേട്ട് അത് ഇങ്ങനെ മനനം ചെയ്ത് അനുസന്ധാനം ചെയ്ത് ഉള്ളിൽ ആനന്ദം അനുഭവിക്കുവാൻ തുടങ്ങുന്നത്. ആ ആനന്ദസ്ഫൂർത്തി ഉണ്ടാകുമ്പോൾ അതിനോട് അഭിനിവേശമുണ്ടാകും, ലഹരിയുണ്ടാകും. ആ ലഹരി വർദ്ധിച്ചു വരുമ്പോൾ ബാഹ്യലോകത്തിലെ സുഖത്തിനോട്, നൈമിഷികമായ സുഖത്തിനോട് വിരാഗതയുണ്ടാകും. ഇങ്ങനെ ആത്മാവ് ആനന്ദസ്വരൂപമാണ്, താൻ തന്നെ ആനന്ദസ്വരൂപമാണ് എന്ന് കുറേശ്ശെയെങ്കിലും ബോധ്യമാകുന്നതാണ് ജ്ഞാനം. ഇതാണ് ശാശ്വതമായ സുഖം എന്ന് ബോധ്യമാകുന്നതാണ് ജ്ഞാനം. ഈ ജ്ഞാനാനുഭൂതി ഉണ്ടാകുമ്പോഴാണ് വൈരാഗ്യം, ബാഹ്യലോക വിഷയങ്ങളോട് വിരാഗതയുണ്ടാകുന്നത്. അങ്ങനെ ശിവാനന്ദത്തിൻ്റെ ലഹരിയുണ്ടായി, ഭക്തിയുണ്ടായി, ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ സംസാര ദുഃഖത്തിൽ നിന്നുള്ള മോചനമുണ്ടാകും. ആ മോചനത്തിനും നിമിത്തമാകുന്നത് ഈ ശ്രവണ മനന നിധിധ്യാസങ്ങളാണ്. അത് ഗുരുമുഖത്തിൽ നിന്നും കേൾക്കണം. അങ്ങനെ കേട്ട് സംസാര ദുഃഖത്തിൽ നിന്നും മോചിതര് ആകുകയും ചെയ്യുന്നു. നമ്മളുടെ ഇപ്പോഴത്തെ ഭക്തി എന്ന് പറയുന്നത് ഭൗതിക ജീവിതത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ സാധ്യതകളെ ലഭ്യമാക്കാൻ ഈശ്വരാനുഗ്രഹത്തിന് വേണ്ടിയുള്ള ഭജനം മാത്രമാണ്. ഇതതുപോരാ. ആത്മാവിൻ്റെ ആ മഹത്വത്തെക്കുറിച്ച് ഗുരുമുഖത്തിൽ നിന്നും പഠിക്കുകയോ വായിക്കുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യണം. എന്നിട്ട് അത് മനനം ചെയ്ത് നിധിധ്യാസനം ചെയ്യണം. ആത്മാനുസന്ധാനമാകണം ഭക്തി. നമ്മുടെ ആത്മാവിനെ തന്നെ നമ്മൾ അനുസന്ധാനം ചെയ്യണം, ധ്യാനിക്കണം. അതാകണം ഭക്തി.
അതിന് നമ്മുടെ എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷ്യസ്വരൂപമായിരിക്കുന്നതായ ആ ഭഗവാനിലേക്ക് നമ്മുടെ മനസ്സ് തിരിയണം. ഇപ്പം ബാഹ്യലോകത്തിലാണ്, അതുപോരാ. നമ്മുടെ മനസ്സ് ആ കർമ്മത്തിനെല്ലാം സാക്ഷിയായിരിക്കുന്നതായ ആ ശിവസ്വരൂപത്തിലേക്ക് നമ്മുടെ മനസ്സ് തിരിഞ്ഞ് മനസ്സു മായാസ്വരൂപം എന്ന അവസ്ഥയെ വിട്ട് ചിച്ചക്തി സ്വരൂപമായിട്ട് ഭവിക്കണം. എന്നിട്ട് അനുസന്ധാനം ചെയ്യണം. അതിന് നമ്മൾ ഇങ്ങനെയുള്ള ഈശ്വരീയമായ ചരിതങ്ങളെല്ലാം കേൾക്കണം. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള ശിവാനന്ദലഹരി വിജയിക്കട്ടെ. എല്ലാവർക്കും ഈ ശിവാനന്ദ അനുഭൂതി ഉണ്ടാകട്ടെ. ഹരി ഓം.